ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു 2-3 സ്ഥലം കാണാൻ പോകുന്നതാണ് കേട്ടോ. വീട് സിറ്റിയിൽ നിന്നൊക്കെ ഉള്ളിലോട്ട് മാറി ഒരു വില്ലേജ് ഏരിയയിലായതുകൊണ്ട് തന്നെ നല്ല പച്ചപ്പും ഹരിതാപമൊക്കെ ഇവിടെ കാണാം. പോരാത്തതിന് പാടവും കുളവും അതുപോലെ കുന്നും ഒക്കെ ഉള്ള ഒരു ഭംഗിയുള്ളൊരു സ്ഥലത്താണ് എൻ്റെ വീട് നിൽക്കുന്നത്. വീട്ടിൽ നിന്ന് കുറച്ച് മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല മുളങ്കാടുകളും പാറക്കുന്നുകളും മൊട്ടക്കുന്നുകളും ഒക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ 1-2 സ്ഥലങ്ങൾ കവർ ചെയ്യാമെന്നാണ് ഇന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ വീട്ടിലിരുന്ന് മടുത്തിട്ട് അച്ഛൻ്റെ കൈയും കാലും പിടിച്ചിട്ടാണ് അച്ഛൻ ഇങ്ങനെ കൊണ്ടുപോകുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമില്ലേ, ഇത് ഞങ്ങളുടെ കോളേജിന് കുറച്ചൊക്കെ അടുത്താണെന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ വീടും കോളേജും തമ്മിൽ ലെസ് ദാൻ 10 കിലോമീറ്റേഴ്സിൻ്റെ ദൂരേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കോളേജിൻ്റെ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിറയെ കാടും കുന്നും അങ്ങനത്തെ ഒരു ടൈപ്പ് സ്ഥലമാണ്. അപ്പോൾ ആ ഒരു സ്ഥലത്തിൻ്റെ അടുത്തുള്ള കോളേജിൻ്റെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങൾ, അതായത് ഞങ്ങൾ കോളേജിലുള്ള സമയത്തൊക്കെ പോയിട്ടുള്ള അങ്ങനത്തെ ഒരു 2-3 സ്ഥലത്തേക്കാണ് നമ്മൾ പോവാനായിട്ട് നോക്കണത് കേട്ടോ. മഴക്കാലത്ത് ഇങ്ങനെ ഒരു റൈഡ് പോകാൻ നല്ല രസമാണ്. ഇടയുള്ള കടയിലൊക്കെ നിർത്തി ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഇതുപോലെ നൊസ്റ്റാൾജിയയ്ക്ക് പുളിമിഠായിയൊക്കെ വാങ്ങി തിന്നിട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടയിൽ വെച്ച് ഞങ്ങൾക്ക് മഴയും കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മുമ്പ് എവിടെയോ കേട്ടിട്ടുള്ളതാണ്. നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു സ്ട്രെസ്സും മാനസിക സമ്മർദ്ദവും ഒക്കെ കൂടിയിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ പച്ച കളറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമ്മർദ്ദവും സ്ട്രെസ്സും ഒക്കെ കുറയുന്നു. ശരിയാ, ഈ ചെറിയൊരു കാറ്റും കൊണ്ട് ഈ പച്ച കളറിൻ്റെ ഉള്ളിൽ കൂടെ എങ്ങനെ പോകുമ്പോഴേ നല്ല ആശ്വാസം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനിപ്പോൾ 1 മന്തിന് മേലെയായിട്ട് നാട്ടിലായതുകൊണ്ട് വീട്ടിലിരുന്ന് എനിക്ക് വല്ലാത്തൊരു മുഷിപ്പ് തോന്നുന്നുണ്ടായിരുന്നു. ബാംഗ്ലൂരുള്ള സമയത്ത് ഇപ്പോൾ എപ്പോഴും പുറത്ത് പോകുന്ന ആൾക്കാരാണ് നമ്മൾ. ഞാൻ ഈ പുറത്ത് പോയി കറങ്ങാൻ പോണതോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പുറത്ത് പോകണതോ മാത്രമല്ല പറയുന്നത്, അറ്റ്ലീസ്റ്റ് ജോലിക്കെങ്കിലും വേണ്ടി നമ്മൾ പുറത്ത് പോകുമ്പോൾ നമുക്ക് ആ ഒരു മടുപ്പ് അങ്ങനെ ഫീൽ ചെയ്യില്ല. ഇടയിലൊരു ദിവസം മുടക്ക് കിട്ടിയാൽ വീട്ടിലിരിക്കാനേ തോന്നുള്ളൂ. പക്ഷേ ഡെയിലി വീട്ടിലിരിക്കുമ്പോൾ അതല്ലല്ലോ അവസ്ഥ. അങ്ങനെ വീട്ടിലിരുന്ന് മടുത്തിട്ട് പുറത്തിറങ്ങുന്നതായതുകൊണ്ട് എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. അത് നിങ്ങൾക്ക് എൻ്റെ മുഖത്തുനിന്ന് മനസ്സിലാവും. ഇടയിൽ വെച്ചിട്ട് നമുക്ക് ഒരു മഴ കിട്ടി, നല്ല ഭംഗിയുണ്ടായിരുന്നു മഴ കാണാൻ. അപ്പോൾ നമ്മൾ സൈഡിലുള്ള ഒരു കടയിലൊക്കെ കയറി ഇതുപോലെ ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. ഇതാണ് നമ്മുടെ മുളങ്കാട്, നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഒറ്റയ്ക്കൊക്കെ ഈ ഭാഗത്തോട്ട് വരാൻ പേടിയാണെന്നുണ്ടെങ്കിൽ ഒരാളുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. ഞങ്ങളുടെ കോളേജിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ. ഞാനിങ്ങനെ പുറത്തൊക്കെ പോയിട്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇങ്ങനെ പറയാറുണ്ട്, എൻ്റെ കോളേജ് ഒരു കാട്ടിലായിരുന്നു, നല്ല രസമായിരുന്നു എന്നൊക്കെ. എന്നിട്ട് മറ്റേ GPS അവർക്ക് ഇങ്ങനെ എടുത്ത് കാണിച്ചു കൊടുക്കുമ്പോഴാണെങ്കിലും ചുറ്റും കാടാണല്ലോ. അതായത് മേലെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ബിൽഡിങ് പോലും കാണില്ല, ഫുള്ള് പച്ചപ്പാ. അപ്പോൾ അതുകൊണ്ട് അവർ വാ അടിപൊളി എന്നൊക്കെ പുറത്തുള്ള പിള്ളേരുടെ അടുത്ത്. പോടാ, നീ ഇത് എന്ത് സ്നാപ്പാണ് എടുക്കണേ? ആണോ? Don't do this. അച്ഛന് ഈ സ്ഥലത്തിനോട് എന്തെങ്കിലും പ്രത്യേകിച്ച് ഓർമ്മയുണ്ടോ? ഒരു സ്പെഷ്യൽ ഓർമ്മ എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങൾ എന്തോ ഫോട്ടോഷൂട്ടിന് വന്നിട്ടില്ലേ അരുവേട്ടനും കിച്ചപ്പനും? ഫോട്ടോഷൂട്ടല്ല, ഇവർ കറങ്ങിയിട്ട് ഇവരിവിടെ വന്ന് ഫോട്ടോ ഒക്കെ എടുത്തതാണെന്ന് തോന്നുന്നു. അന്ന് ഈ പറയുന്ന നമ്മുടെ ആരുടെയും കല്യാണങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. അരുവേട്ടനും കിച്ചും കൂടി പുറത്ത് പഠിക്കുക അങ്ങനെ എന്തായിരുന്നു. ആ സമയത്ത് ഇവർ കറങ്ങാനായിട്ട് എല്ലാവരും കൂടെ വരുന്ന സമയത്ത് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇപ്പം പറയണത് ഇവിടെ കുഞ്ഞൊരു ഏറുമാടം പോലത്തെ സെറ്റപ്പ് ഉണ്ടായിരുന്നാ. അത് ഞാൻ കണ്ടിട്ടില്ല. അതായത് ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഏറുമാടൊന്നും പോലെ സെറ്റാക്കിയത് ഞാൻ കണ്ടിട്ടില്ല. കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഒറ്റയ്ക്കൊന്നും ഇങ്ങോട്ട് വരാൻ എനിക്ക് പേടിയാവും കേട്ടോ. ഭയങ്കര ഇതല്ലേ, വല്ല പാമ്പോ ചേമ്പോ അല്ലെങ്കിൽ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിട്ടാൽ അപ്പുറത്തുനിന്ന് ആളില്ല, അപ്പം പേടിയോ. അല്ല, വല്ല പുറത്തുനിന്ന് ആൾക്കാർ കള്ളും കുടിച്ചൊക്കെ വന്നാൽ നമുക്ക് പേടിയുണ്ടാവും. അതുകൊണ്ട് ഒറ്റയ്ക്കൊന്നും ഞാൻ വരില്ല. ഇവിടെ ഫുള്ള് ക്യാമറ ഉണ്ട്. അത് വേറെ കാര്യം. നമുക്കിവിടെ ഒരു പക്ഷീനെ കാണാം. തൽപരക്ഷയല്ല കണ്ടു, ഫുള്ള് കാട്ടുമഞ്ഞൾ. എന്താ സെറ്റപ്പ് എന്നറിയോ? അതായത് അതെ, പാറയുടെ. അതായത് എന്താ സെറ്റപ്പ് എന്നറിയോ? കാടിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ കാണുന്നതൊക്കെ കാട്ടുപക്ഷി,
കാട്ടുമഞ്ഞൾ, കാട്ടണ്ണാൻ, നമ്മളെല്ലാം കാട് കൂട്ടി പറയും. അപ്പോൾ അതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ടല്ലോ. ഈ അണ്ണാൻ തന്നെയാണ് നമ്മുടെ അപ്പുറത്തുള്ളത്, 1 കിലോമീറ്റർ അപ്പുറത്തുള്ളത്. പക്ഷെ ഇതിനെ നമ്മൾ കാട്ടെണ്ണാൻ എന്ന് പറയും. അവിടെയുള്ള നോർമലാണ്. അച്ഛൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, എന്നെ മൈൻഡ് ചെയ്യണം കൂടി ചെയ്യണില്ല കേട്ടാ. അവനവൻ്റെ കോളേജ് ഓർമ്മകളിൽ അയവർത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാന്ന് തോന്നുന്നു. ഇവിടേക്ക് നടക്കാൻ പോണ സമയത്ത് കുറച്ച് കഴിയുമ്പോൾ ഇതിന്റെ സെറ്റപ്പ് ഒക്കെ മാറും. പിന്നെ തിരിച്ചിടാനുള്ള വഴി കിട്ടില്ല. ഞങ്ങളുടെ കോളേജ് ഇതിനെ തൊട്ടെടുത്താ, ഇവരുടെ ഹോസ്റ്റലും ഇതിന്റെ തൊട്ടെടുത്താ. പക്ഷെ ഞങ്ങളുടെയൊക്കെ വീടും ഇതിന്റെ തൊട്ടെടുത്താ. എന്നിട്ടാണ് ഇവന്മാർ ഇവിടെ ഹോസ്റ്റലിൽ നിന്നിരുന്നത്. വീട് വാടകയ്ക്ക് എടുത്തിട്ട് ഇവിടെ നിന്നിരുന്നത്. എനിക്കിപ്പോഴും അതിൻ്റെ ഒരു ഗുട്ടൻസ് മനസ്സിലായിട്ടില്ല. നമ്മളൊക്കെ വീടിൻ്റെ അടുത്ത് കോളേജ് അവിടെ തന്നെ എന്തിനാ നമുക്ക് വീട്ടിൽ പോയിട്ട് മര്യാദയ്ക്ക് ഫുഡും കഴിച്ച് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇവന്മാർ ഫുഡും കഴിക്കാണ്ട് ഒരു വീടും എടുത്ത് നിന്ന് പട്ടിണി കിടപ്പായിരുന്നു ഇവന്മാരുടെ പരിപാടി. കാട്ടുതിരട്ടോ? എൻ്റെ കോളേജിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ജന്തുവിനെ ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. എവിടെ നോക്കിയാലും കോളേജിൽ കാണും. ക്ലാസ് മുറിയിൽ, സ്റ്റെപ്പിൽ, എല്ലായിടത്തും ഈ സാധനം ഉണ്ടാവും. ഒന്നും ചെയ്യൊന്നുമില്ല കേട്ടോ നമ്മളെ. അതെ, നമ്മളതിനൊന്നും ചെയ്യാണ്ടിരുന്നാൽ മതി. എൻ്റെ ഓരം കാല നോക്ക് കണ്ട ഇതിൻ്റെ ഉള്ളിൽ വേറെ ഒന്നുമില്ല. ഇങ്ങനെ കുറേ ദൂരം നീണ്ട് പരന്ന് കിടക്കുന്ന മുളങ്കാട്. അതായത് ഇവിടുന്ന് ഇപ്പൊ കയറി അപ്പുറത്തിപ്പുറത്തൊക്കെ ഓപ്പണിംഗ് ഉണ്ടാവും. വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ, അല്ലേ? എത്ര ഏക്കർ ഉണ്ടാവും? ഇവിടെ ഇപ്പൊ എനിക്കിപ്പോ ഡയറക്റ്റ് നോക്കുമ്പോ ക്യാമറാസ് ഒന്നും കാണാനില്ല. പക്ഷെ ഫുൾ ക്യാമറയാണ് ഇവിടെ. ഇവിടെ ഇപ്പൊ മഴ പെയ്തപ്പോ നമ്മളൊരു കടയിൽ കയറി വന്നു. ആ സമയത്ത് അവിടുത്തെ ആ ചേട്ടനാണ് പറഞ്ഞത്, അതായത് ഇവിടേക്ക് എത്രയാണെന്നറിയില്ല, മറ്റേ എന്താ സ്ഥലത്ത്, മുനിയാട്ടുകുന്ന് നമ്മളിപ്പോൾ പോകണില്ല കേട്ടോ, അത് മലയാണ്, ഭയങ്കര വഴുക്കലൊക്കെ ഉണ്ടാവും. കുന്ന് പാറക്കുന്ന്. അപ്പോൾ വഴുക്കലുള്ളതുകൊണ്ട് ഇപ്പം ഒന്നും കയറാൻ പറ്റില്ല. അവിടേക്ക് 10 കോടി അനുവദിച്ചിട്ടുണ്ട് അതിന്റെ സെറ്റപ്പിന്, അല്ലേ? സൂപ്പറാ. കയറി വരുമ്പോ കുരിശിന്റെ വഴിയുടെ ഓരോരോ സ്റ്റെപ്പ്, എന്നിട്ട് അതായത് ഓരോരോ സ്ഥലം, 1ാം സ്ഥലം 2ാം സ്ഥലം, അങ്ങനെ 14 സ്ഥലം. 14ാമത്തെ സ്ഥലത്ത് വലിയ കുരിശ്. പിന്നെ അതിൻ്റെ കുറച്ച് മേലേക്ക് പോകുമ്പോൾ ഒരു കുഞ്ഞമ്പലം. അവിടെ നിന്ന് നോക്കുമ്പോഴത്തെ സൺസെറ്റ് ഇസ് വെരി ബ്യൂട്ടിഫുൾ. അങ്ങനത്തെ ഒരു അടിപൊളി സ്ഥലമാണ്. അത് നമ്മളൊന്ന് പോകുമ്പോൾ ആരും അത് അങ്ങനെ വരാണ്ട് കുറച്ച് ഇവിടുത്തെ നാട്ടുകാരും നമ്മൾ അങ്ങനെയുള്ളവരുള്ളൂ. അതുകൊണ്ട് അതത്ര സെറ്റപ്പ് ആയില്ല, വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ നിറയെ ആൾക്കാർ കയറിയിട്ട് അത് നശിപ്പിക്കാവോ എന്നുള്ളൊരു പേടിയുണ്ട്. കാരണം ഭയങ്കര പ്രൈവസിയാണ് ഇവർക്ക്. അപ്പോൾ അതായത് ഇനിയിപ്പോൾ ആൾക്കാർ വന്ന് ചപ്പും ചവറൊന്നും ഇടാണ്ട് സൂക്ഷിച്ച് അങ്ങനെയൊക്കെ കൊണ്ട് നടന്നാൽ മതിയായിരുന്നു. പിന്നെ നിറയെ ആൾക്കാർ വരുമ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് വർത്താനം ഇതൊക്കെ ആകുമ്പോൾ ആ ഒരു സൺസെറ്റിൻ്റെ ബ്യൂട്ടി എന്ന് പറയണത് കുറയോ അറിയില്ല. ഞാനങ്ങനെ ഫേമസ് ആയതിനു ശേഷം ആ ഭാഗത്തോട്ട് പോയിട്ടില്ല കേട്ടോ. അങ്ങനെയൊക്കെയാണ്. ഞാനെപ്പോഴും പറയാറില്ലേ, അതായത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളൊന്നും നമ്മൾ പോവാണ്ട് നമ്മൾ പുറത്തുള്ള ഇതേപോലത്തെ കാടും കുന്നും മലയൊക്കെ കാണാൻ പോകും. ബാംഗ്ലൂരാണെങ്കിലും നമ്മൾ ഈ റീൽസിലൊക്കെ കാണില്ലേ, 60 കിലോമീറ്റർ ഫ്രം ബാംഗ്ലൂർ, അടിപൊളി സാധനം ഉണ്ടെന്നൊക്കെ. അവിടെ ഒരു കുഞ്ഞിലേക്കും ഇതുപോലത്തെ കുറച്ച് മരങ്ങളൊക്കെയുള്ള സെറ്റപ്പാണ്. ഇത്രയും കൂടി ഉണ്ടാവില്ല, എന്നാലും നമ്മളതൊക്കെ കാണാൻ പോകും. ഞാൻ ഹേറ്റ് സ്പ്രെഡ് ചെയ്തല്ല, അതായത് നമ്മളത് കാണാൻ പോകും. പക്ഷെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സാധനങ്ങൾ നമ്മൾ കാണാൻ കൂടുതൽ പോവില്ല. അങ്ങനെ നമ്മൾ ചെയ്യാണ്ട് നമ്മളെല്ലാം കാണാൻ പോകണം. അവിടെയും കാണാൻ പോകണം, ഇവിടെയും കാണാൻ പോകണം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് വെച്ചു, അല്ലാണ്ട് ഹേറ്റ് സ്പ്രെഡ് ചെയ്തതല്ല. ഇത് ചെതൽ പുറ്റാണോ അത് പാമ്പിൻ്റെ പുറ്റാണോ? ഇപ്പം വിചാരിച്ചു ഞാൻ ഇതിട്ട് ഓടുന്നു, പക്ഷെ ഇത് ചെതൽ പുറ്റാന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ നിൽക്കണേ. കാട്ടുപാറയുമ്പോൾ കയറി നിൽക്കണത്. അച്ഛനും നൊക്ലാജിയെ വരുന്നുണ്ട് വെച്ചു ഇങ്ങനെ നിൽക്കുമ്പോ. നോർമലി വരണതല്ലാണ്ടേ ഞാൻ ഏറ്റവും ലാസ്റ്റ് വന്നത്, അതിന് ശേഷം പിന്നെ ഞാൻ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല. വന്നത് ഒരു ഷൂട്ടിനാണ്. ഷൂട്ടിൻ്റെ ഫോട്ടോ നമുക്ക് കിട്ടിയിട്ടില്ല. അത് അപ്പച്ചൻ്റെ കൂടെ ആണ് വന്നത്. എനിക്ക് അത് ആ ഒരു ഓർമ്മ എനിക്ക് നല്ല ഓർമ്മയാണ്. അപ്പച്ചൻ്റെ കൂടെ വന്നതുകൊണ്ട് ഇതിന് എനിക്ക് കയറാൻ പറ്റില്ല, എനിക്ക് തോന്നുന്നില്ല. നല്ല വഴിക്ക്
ആദ്യം വെളിച്ചത്തേക്ക് നിൽക്കുന്നല്ലേ കാണാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ നല്ല ഓക്സിജൻ കിട്ടും. പക്ഷെ ഇത് കയറിയിട്ട് എനിക്ക് ശ്വാസം മുട്ടും. ക്യാൻറ്റീനാണോ? ഓക്കെ, ഇനി ബാക്കി എന്താ കഥകൾ പറയണം. കഥകൾ പറയണം. ചെലന്തി. ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് പോയിട്ടുണ്ട്. ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ദിസ് ഈസ് നോട്ട് മഞ്ഞൾ എന്ന് തോന്നുന്നു. കാരണം ഇതിൽ നിന്ന് ഇങ്ങനെ ഒരു പൂ വരുന്നുണ്ട്. അതുപോലെ ഇവിടെ നിറയെ അങ്ങനെ കാണുന്നുണ്ട്. കണ്ടോ, നല്ല ഭംഗിയുള്ള പൂവാണ്. ഏത് ഈശ്വര, കണ്ടോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സാധനങ്ങൾ. ആ മരത്തിന് എന്താ പറയാ, അങ്ങനെ നീളത്തില് ഇല നിക്കുന്ന ഇതാ നേരെ ഏയ് നീളത്തില് ഇല നിക്കുന്ന കണ്ടോ? അത് മറ്റേ ഫേൺസില്ല, അത് മറ്റേ ഇത്തിക്കണില്ലേ, അത് ആ മരത്തുമ്പോന്നുള്ളതല്ല, എനിക്ക് തോന്നുന്നു ഇത്തിക്കണി കയറിക്കുന്നത്. ആണോ? എന്തിട്ട് കേരളക്കാരി എന്ന് പറഞ്ഞേ? ഓ കേരളക്കാരിയാന്ന് വെച്ചിട്ട് പിന്നെ നമ്മൾ വീട്ടിൽ പോവാം. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇനി അച്ഛൻ്റെ വീട്ടിലേക്ക് പോവാം. ചേച്ചിക്ക് പിന്നെ സുഖമാണല്ലോ, മറ്റേ കുതിര ഓടണം വരിക, അച്ചു അങ്ങട് അച്ചു ഇങ്ങട്. അയ്യോ, ഇവൻ പറഞ്ഞു പോയതാണ്. ഇത്തിരി വെള്ളം കുറവുണ്ട് കേട്ടോ. പക്ഷേ ഇത് നിങ്ങൾക്ക് കണ്ടു അറിയില്ല, വെള്ളം കുറവാണ്. ഉള്ളില് ഒരു വെളിച്ചെല്ലാം കൊടുത്ത് അവിടുത്തെ മരങ്ങൾ കണ്ടോ, മല കണ്ടോ ഇതിന്റെ ബാക്കിൽ. ഈ നല്ല വേളയിൽ ഞങ്ങളുടെ ഇഞ്ചക്കൊണ്ട് ബോയ്സ് പിയാറിനെയും ഗുണ്ടിനെയും ഞങ്ങൾ സ്മരിക്കുന്നു. പണ്ട് ഞാൻ വണ്ടി ഇവിടെ കൂടെ എൻ്റെ ചിലപ്പോൾ ഒരു ആവശ്യമായിട്ട് പെട്രോൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ വണ്ടി തള്ളിയിടുന്നു. ഇതിൻ്റെ ഉള്ളിൽ തള്ളാൻ എന്തോരം തള്ളണം. എന്ത് ഭംഗിയാ. Yes guys, this is മൂനിയാട്ടുകുന്ന്. ഇപ്പത്തെ ഭാഗം ഒരൊറ്റ കുഞ്ഞില്ലാതിരുന്ന സ്ഥലമാണ്. ഞങ്ങൾ മാത്രം സ്ഥലം തൃശ്ശൂർ. ഞങ്ങളുടെ അവിടെ വണ്ടികളൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതാണ് മുനിയാട്ടുകുന്ന്. ഇങ്ങനെ കയറി കയറി ഇവിടുന്ന് കാണില്ല ഇതിന്റെ അറ്റം. ആ ലെഫ്റ്റിലെ കാടിന്റെ ഉള്ളിൽ കൂടെ മോളിക്ക് പോകണം. അതാണ് ഏറ്റവും മോളിക്കത്ത് അങ്ങനെ പോകുമ്പോൾ. ഇതാണ് സ്ഥലം. പക്ഷെ നമ്മളൊന്നും കയറുന്നില്ല. ഒന്നാമത് കയറാൻ കുറച്ച് കഷ്ടപ്പാടാണ്. ഗൈസ്, ദിസ് ഈസ് ദ വ്യൂ. നിങ്ങൾക്ക് ഈ ക്യാമറയിൽ കൂടെ എത്ര ഇത് ഭംഗിയിൽ കാണേണ്ടതെന്ന് എനിക്ക് അറിയില്ല. ബട്ട് അടിപൊളി വ്യൂ ആണ്. നടുക്കൊരു പള്ളി ഉണ്ട് ആ ഒരു ഭാഗത്തായിട്ട്. അത് ഞാൻ നിങ്ങൾക്ക് സൂം ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നിന്ന് കാണാൻ നല്ല രസമുണ്ട്. കണ്ടോ, ഇതിൻ്റെ അടിയിൽ പള്ളി ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ആറ്റത്തായിട്ടൊരു ചെറിയ കുളം പോലത്തെ സാധനം ഒക്കെ കാണാൻ നല്ല രസമുണ്ട്. ഇവിടെ മുമ്പ് ഈ മരങ്ങൾ വെക്കാത്തത് കൊണ്ട് നല്ല വ്യൂ പോയിൻ്റ് ആയിരുന്നു എന്നാണ് അച്ചു പറയണേ. എനിക്കൊരു ഓർമ്മയില്ല ഈ ഒരു സ്ഥലത്ത് വന്നതൊന്നും. അച്ഛനാണ് ഈ സ്ഥലത്തിൻ്റെ ആര്? അച്ഛല്ല, അച്ഛൻ്റെ കൂടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ആ ഉണ്ടായിരുന്നു അവര്. യെസ്. ഇപ്പം നമ്മൾ പോവാണ്. നമ്മളിനി പോണ വഴിക്ക് അച്ഛൻ്റെ മാടമ്പള്ളി, അതായത് അച്ഛൻ്റെ ഹോസ്റ്റല് കാണിച്ചു തരാം കേട്ടോ. എവിടെയാണ് കാണിച്ചു തരണേ എനിക്കറിയില്ല. മെരീജിനെ ഞാൻ കാണാം. നമുക്ക് ഞാനിതുവരെ ആളെ കണ്ടിട്ടില്ല. ഇല്ല, ഇവരുടെ പ്രിയപ്പെട്ട ആളാണ്.
സെക്കൻഡ് മദറായിരുന്നു. അടുത്തായോ? മാത്രല്ല അമ്മൂമ്മ. അമ്മൂമ്മയായിരുന്നോ? അതായത് ഞങ്ങളുടെ മേരിച്ച് എന്ന് പറയുന്നത് മേരിച്ചിയുടെ മക്കളൊക്കെ പുറത്തല്ലേ. അപ്പൊ അവിടെ മറ്റേ ഇഞ്ചക്കൊണ്ട് പള്ളിയിലെ പെരുന്നാളില് മറ്റേ കുറുതോലയ്ക്കുന്നതും പിന്തിരിക്കുന്നതും അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഒക്കെ നമ്മൾ തന്നെയാണ് മേരിച്ച് നല്ല നല്ല പലഹാരങ്ങളും മറ്റേ വട്ടയപ്പവും അച്ചപ്പവും ഒക്കെ കൊണ്ടുവരും. എനിക്കിങ്ങനെ ഓരോ സ്ഥലം കാണുമ്പോൾ വീണ്ടും വീണ്ടെടുക്കാം. ഞാനിങ്ങനെ ഫോൺ എടുത്ത് വെക്കും, പക്ഷെ എന്നാലും എനിക്ക് കാണിക്കാൻ തോന്നുക ഗൈസ് ദിസ് ഇസ് മൈ നാട്. അതാണ് മേരിച്ചിയുടെ അംഗനവാടി. ഏത് അംഗനവാടി? മേരിച്ചിയുടെ അംഗനവാടി. ആ ഇവന്റെ മേരിച്ചിയുടെ അംഗനവാടി ചേച്ചിയുടെ സ്ഥലമായിരിക്കും. ഇവിടെ നിന്ന് നമുക്ക് ഫുഡിന്റെ സീൻ വരുമ്പോൾ ഇവിടെ നിന്നാണ് എനിക്ക് ഓർമ്മയുണ്ട് ജോട്ടൻ ഉണ്ടാക്കുന്ന അമൃതം പൊടി കൊണ്ടുവരും. അമൃതം പൊടി ജോട്ടനാണ് അട വെച്ചത്. അട പാൻ കേക്ക് ഒക്കെ അമൃതം പൊടി വെച്ചിട്ട് ജോട്ടൻ ഉണ്ടാക്കും. മേരിച്ചിയുടെ വീട് ഇതോ ഇവിടെ ഉണ്ടാവോ? ഇല്ല, അടച്ചിട്ടേക്ക. ഇല്ലടാ തുറന്നെടുക്കണ്ട്. ഇല്ല, അടച്ചിട്ടേക്ക. ആണോ? അല്ലല്ല പൂട്ടിട്ടൊന്നുമില്ല. വാതിലടച്ചെടുക്കുക. ആണോ? നിങ്ങളെന്നായിരുന്നു വീട് ഏതാ? അതാണ് ഞങ്ങളുടെ നാടൻ പള്ളി. ഓ ഒരു ആണോ? ആണോ? ഈ ഒരു റോട്ടിൽ കൂടെ പോകുമ്പോൾ എനിക്കൊരു കൊല്ലംകോട് വൈബ് അടിക്കുന്നുണ്ടായിരുന്നു. ആ മലനിരകളും തെങ്ങുംതോപ്പും പാടമൊക്കെ കണ്ടിട്ട് ബൈ ആ മലയുടെ പേരാണ് കനകമല. റോഡിൻ്റെ സൈഡിൽ നിർത്തി നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഇതിന് വലിയ വിലയൊന്നും ഉണ്ടാവില്ല, പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ കറക്കത്തിൻ്റെ വിശേഷങ്ങൾ. ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റൊക്കെ ഒന്ന് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ ബൈ, സൈനോരാ.